ചില സിനിമകൾ കണ്ട് ഒരു ഇനിഷ്യൽ ഹാഫ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഈ ഒരു സിനിമയ്ക്കകത്ത് ഒന്നുമില്ല എന്നുള്ളത്. പക്ഷേ ചില സിനിമകൾ ഒരു ഇനിഷ്യൽ ഹാഫ് കഴിഞ്ഞാലും സെക്കൻഡ് ഹാഫ് ആയിരിക്കും അത്യാവശ്യം നല്ല ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ ചില ചുരുക്കം സിനിമകളുണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടാലും യാതൊരു മൊമെൻറ്റവും കീപ്പ് ചെയ്യാത്ത, യാതൊരു കഥയുമില്ലാത്ത, അല്ലെങ്കിൽ ആയിട്ടുള്ള മേക്കിംഗ് ഉള്ള കൈൻഡ് ഓഫ് മൂവീസ്. അങ്ങനെയുള്ള ഒരു മൂവിയാണ് ജന്മനക്ഷത്രം എന്ന് പറയുന്ന തമൻ അക്ഷൻ നായകനായി ബി മണിവർമ്മൻ അത് സംവിധാനം ചെയ്ത ഈ ഒരു മൂവി. ഒരു കൂട്ടുകാരുടെ സംഘം ഒരു ട്രഷർ തപ്പി പോകുന്നതും അതിൽ തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളുമാണ് ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത്. നമ്മൾ കാണാത്ത കഥയൊന്നുമല്ല. ഇതുപോലത്തെ കഥകൾ പല പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് അടിച്ചിട്ടുണ്ട്. തമിഴ് സിനിമയിൽ മാത്രമല്ല, ബാക്കിയുള്ള ഇൻഡസ്ട്രീസിലാണെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അതൊക്കെ എത്രമാത്രം എൻഗേജിങ് ആയിട്ട് എടുക്കുന്നത് എന്നതിലിരിക്കും ഈ ഒരു മൂവിയുടെ ഔട്ട്പുട്ട്. പക്ഷെ ഇവിടെ എൻഗേജിങ് അല്ല എന്ന് മാത്രമല്ല, യാതൊരു ഇമോഷണൽ കണക്ഷനും ഇല്ലാതെ പ്രസൻറ്റ് ചെയ്യുന്ന സീക്വൻസസും യാതൊരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഡയറക്ഷനോ അല്ലെങ്കിൽ പെർഫോമൻസോ അങ്ങനെ ഒന്നും തന്നെ എടുത്തു പറയാനില്ലാത്ത ഒരു മൂവിയാണ് ജന്മനക്ഷത്രം. സോ ഇങ്ങനെയുള്ള ഈ ഒരു മൂവിയിൽ കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും എവിടെയും കണക്റ്റ് ആവുന്നില്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നമാണ്. അതിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടർ ഇടയ്ക്ക് പറയുന്ന ഡയലോഗാണ് ഓഡിയൻസിന് വരെ തോന്നുന്നത് ഇവർ കുറേ നേരം ഇവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. അത് തന്നെയാണ് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കും തോന്നുന്നത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലാതെ ആ ഒരു സീക്വൻസോ സിനിമയോ ഒന്നും തന്നെ നമ്മളുടെ മനസ്സിൽ കണക്റ്റ് ആവുന്നില്ല.